നിങ്ങളുടെ ശ്രദ്ധയെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മാത്യു ദ ഗോസ്പൽ 27:66 വേർഡ്സ് 66. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 66-ാം വാക്യമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശുവിൻ്റെ കല്ലറ എത്രയും ഉറപ്പാക്കാമോ അത്രയും ഉറപ്പാക്കുന്ന ഒരു സംഗതിയാണ് നാം ഇവിടെ കേട്ടത്. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, രാജാവിൻ്റെ ഇമ്പീരിയൽ മുദ്ര വെച്ചു. അങ്ങനെ വെക്കാനുള്ള കാരണം, അവർ കാവൽ നിർത്താനുള്ള കാരണം, കല്ലറ ഉറപ്പാക്കി എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. അതിൻ്റെ കാരണം 63-ാം വാക്യത്തിലാണ്. 63-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യജമാനനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ ഒരു പ്രവചന ദൂതുണ്ട്. അവൻ ജീവിച്ചിരുന്നപ്പോൾ താൻ ഉയർക്കും 3 നാൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആകയാൽ ആ ഉയർപ്പിനെ തടയാൻ തക്കവണ്ണം, അതല്ല എങ്കിൽ 64-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ യേശുവിൻ്റെ കല്ലറ ഉറപ്പുവരുത്തുകയാണ്. ഇവർ കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലിന് മുദ്ര വെച്ചു. കല്ലറയുടെ മുമ്പിൽ വലിയൊരു കല്ലും ഇപ്പോൾ ഇരിപ്പുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിനെ തടയാൻ എത്രമാത്രം അവർക്കാകുമോ അത്രമാത്രം അവർ പരിശ്രമിച്ചു. പ്രിയരെ, ഈ ശക്തികളെല്ലാം ഒരുമിച്ച് നിന്നിട്ടും, ജാതീയ ശക്തികളും മതനേതാക്കളും രാഷ്ട്രീയ കൂടങ്ങളും എല്ലാം ഒരുമിച്ച് നിന്നിട്ടും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. യേശു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, മുദ്രയെ പൊട്ടിച്ചുകൊണ്ട്, കാവൽക്കൂട്ടത്തെ തകർത്തുകൊണ്ട്, ഉരുട്ടിവെച്ച കല്ലും എല്ലാം ഭേദിച്ച് യേശു ഉയർത്തു. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഈ മോർണിംഗ് ഡിവോഷനിൽ ഒരു ദൂതിങ്ങനെ പറയാം. ഒരു ക്രൂശീകരണത്തിൻ്റെ വെള്ളിയാഴ്ച കൊണ്ട് വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ, നിന്ദയുടെ, പരിഹാസത്തിൻ്റെ, മുറിവുകളുടെ ഒരു ക്രൂശീകരണത്തിൻ്റെ വെള്ളിയാഴ്ച കൊണ്ട് ഞാനും നിങ്ങളും തീരുന്നവരല്ല. ഞാനും നിങ്ങളുടെയും ജീവിതം അവസാനിക്കുകയല്ല. ഞാനും നീയും എത്രയും പുറത്തു വരരുതെന്ന് പറഞ്ഞ് ശത്രു എൻ്റെയും നിങ്ങളുടെയും ജീവിതം എവിടെയൊക്കെ അവർക്കാവുന്നിടത്തോളം അവർ ഉറപ്പ് വരുത്തിക്കോട്ടെ. പക്ഷേ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു: ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയർത്തു, യേശു ഉയർത്തു. യേശു 3-ാം നാൾ കല്ലറയെ ഉയർത്തുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതുപോലെ ഒരു ഉയർപ്പുണ്ട്. ഒരു ദുഃഖത്തിൻ്റെ വെള്ളി കൊണ്ട് തീർന്നു പോകുന്നതല്ല നമ്മുടെ ജീവിതം. മറിച്ച് ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ഞായർ നമുക്കുണ്ട്. ഇന്ന് പകലിലും ആഴത്തിൽ ചില കുടുംബങ്ങളിൽ ഒരു ഉയർപ്പിനെ
എൻ്റെ ദൈവം നൽകുകയാണ്. ആമേൻ, സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, കല്ലറകളെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. പൗലോസ് പറയുന്നു, ആമേൻ ആമേൻ ആമേൻ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുടെ അകത്തുള്ളതിനാൽ, നിങ്ങളുടെ അകത്ത് വസിക്കുന്നതിനാൽ ഒരു കല്ലറയ്ക്കും ഒരു കാവൽക്കൂട്ടത്തിനും ഒരു ആഭിചാരങ്ങൾക്കും ഒരു ഉരുട്ടിവെച്ച കല്ലിനും നിങ്ങളെ ആമേനാമി ഒതുക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ ഉയർത്തിരിക്കും. ആമേൻ, നിങ്ങളുടെ വേലയിൽ നിങ്ങൾ ഉയർത്തിരിക്കും. നിങ്ങളുടെ ആമേനാമി ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആമേൻ, എവിടെയാണോ ശത്രു കല്ലുരുട്ടി വെച്ചിരിക്കുന്നത്, ഇവൻ പുറത്തേക്ക് വരരുത്, ഇവൾ പുറത്തേക്ക് വരരുത്, ഇവളുടെ പേപ്പറുകൾ ഇനി അനങ്ങരുത് എന്ന് പറഞ്ഞ് ആമേൻ, സ്തോത്രം, ആമേൻ, എവിടെയാണോ കല്ലുകൾ ഉരുട്ടി വെച്ചിരിക്കുന്നത്, ആമേൻ, സ്തോത്രം, ആമേൻ, ഉയർപ്പിൻ്റെ ശക്തി, ഉയർത്തവൻ നിന്റെ അകത്ത് വസിക്കുന്നതിനാൽ ആമേൻ, നിനക്കും ഒരു ഉയർപ്പുണ്ടെന്ന്, നിന്റെ കുടുംബത്തിനൊരു ഉയർപ്പുണ്ടെന്ന് ഇന്ന് പകലാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. ആമേൻ, ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ആമേൻ ആമേൻ ആഴപ്പിൽ ഈ പ്രഭാതത്തിൽ മുട്ടട്ടെ, തൊടട്ടെ. ചിലർ അവരായിരിക്കുന്ന രോഗങ്ങൾക്കകത്തു നിന്നും ഉയർക്കട്ടെ. ചിലർ അവരായിരിക്കുന്ന കടഭാരങ്ങൾക്കകത്തു നിന്നും ഉയർക്കട്ടെ. ചിലർ അവരായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏതോ ഞെരിക്കുന്ന ആമെ അമർത്തുന്ന ആ ദുഷ്ടശക്തികൾക്കകത്തു നിന്നും ഉയർക്കട്ടെ. ചിലർ അവരുടെ പാപ ആമെ മേഖലകൾക്കകത്തു നിന്നും ഉയർപ്പ് എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേ, ഉയർത്തവൻ, കല്ലറകളെ ഭേദിച്ചവൻ, ആമേൻ, സ്തോത്രം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞവൻ, ആ ഉയർത്ത യേശു ക്രിസ്തു ആമേൻ എൻ്റെയും നിങ്ങളുടെയും അകപ്പ് വസിക്കുന്നതിനാൽ എനിക്കും നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. ഇന്നലകളിൽ എവിടെയാണോ നീ ക്രൂശിക്കപ്പെട്ടത്, ഇന്നലകളിൽ എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, ഒറ്റപ്പെടേണ്ടി വന്നത്, ഇന്നലകളിൽ എവിടെയാണോ നിനക്ക് ആമേ വേദനകൾ അനുഭവിക്കേണ്ടി വന്നത്, അതേ പട്ടണത്തിൽ, അതേ ഇടത്ത് ആമേ ദൈവം ഒരു ഉയർപ്പ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ആമേൻ, സ്തോത്രം, എന്നെ കേൾക്കുന്ന ഓരോ ഡിവൈസുകളോടും ആമേൻ, സ്തോത്രം, ആമേൻ, ഞാനൊരു ദൂത് ആമേൻ അങ്ങനെ പറയട്ടെ. ആമേൻ, സ്തോത്രം, കല്ല് അവർ ഉരുട്ടി വെച്ചു, 2 കാവൽ കൂട്ടത്തെ നിർത്തി, 3 ആമേൻ, സ്തോത്രം, മുദ്ര വെച്ചു. ആമേൻ, ഞാൻ നിങ്ങൾ പുറത്തു വരരുതെന്ന് പറഞ്ഞ് എത്ര വലിയ ആമേൻ ശക്തികൾ കാവൽ നിന്നാലും, അതായത് ദേശാധിപതി ശക്തികളാകട്ടെ, മറ്റ് ആമേൻ, സ്തോത്രം, ആമേൻ, എന്തെല്ലാം ഉരുട്ടി വെക്കട്ടെ, ആമേൻ, സ്തോത്രം, ആയതിനെ എല്ലാം പൊളിച്ചുകൊണ്ട് ഒരു ഉയർപ്പ് 2024 ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, അതായത് യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ പരിശുദ്ധാത്മാവ്, ആ ഉയർപ്പിൻ്റെ ശക്തി, ആ റിസർഷൻ പവർ, ആമേൻ ആമേൻ, ആ ഉയർത്തവൻ, ആ ഉയർപ്പിച്ചവൻ, ആ പരിശുദ്ധാത്മാവ്, വചനം പറയുന്നു ആമേൻ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആകയാൽ നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്, നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. കമോൺ, നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഇന്ന് നിങ്ങൾ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യമാകട്ടെ, ഇപ്പോൾ നിങ്ങളെ ഉയർക്കരുതെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രസ് ചെയ്യുന്ന ഏത് ദുഷ്ടതയുടെ വ്യാപാരങ്ങളുമാകട്ടെ, ആയതിനകത്ത് ആമേനാമേ ഒരു ഉയർപ്പ്, ഓ ലെമേന ഹസ്തന റകൽക്കന ഘടകരഗതിയാൽ യേശുവിൻ്റെ നാമത്തിൽ ആമേനാമേൻ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ആയതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം 1 കൊരിന്ത്യർക്കകത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് പറയുക, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു ആമേൻ എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് ചിലർ പറയുന്നത് എങ്ങനെ? എന്നിട്ട് അടുത്തതായിട്ട് താൻ പറയുകയാണ്, ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ വിശ്വാസം എല്ലാം വ്യർത്ഥമായി പോയേനെ. അപ്പോൾ യേശു ഉയർത്തത് കൊണ്ട് ആമേൻ, സ്തോത്രം, നമുക്കും
ഒരു ഉയർപ്പുണ്ട്. നമ്മുടെ വിശ്വാസം വൃഥാവല്ല. അവൻ നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു, നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചവൻ നമ്മളെ ഉയർപ്പിക്കുന്ന, എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ആമേൻ സ്തോത്ര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾക്കകത്തു നിന്നും നമ്മളെ ഉയർപ്പിക്കും എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു നിർത്തുന്നത്, മറിച്ച് ഈ ഭൂമിയിൽ നാം മണ്ണോട് മണ്ണ് ആയിത്തീർന്നാലും ആമേൻ സ്തോത്രം നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നവൻ, കാഹളം ധ്വനിക്കുമ്പോൾ അവൻ നമ്മളെ ക്രിസ്തുവിൽ മരിച്ചവർ അവർ അക്ഷയരായി ഉയർക്കും. നമുക്കൊരു ഉയർപ്പുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അത് യാഥാർത്ഥ്യമായി, അത് വരാനിരിക്കുന്ന ഉയർപ്പ് എങ്കിൽ വിശ്വസിക്കുക. ഇന്ന് എന്ന ദിനത്തിൽ ഏത് പ്രതികൂലങ്ങൾക്കകത്തൂടെ നീ കടന്നു പോകുന്നുവോ അതിനകത്തുനിന്ന് എന്നെയും നിങ്ങളെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തിയേ. ഒരു റിസർഷൻ പവർ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും, ഓരോ ഡിവൈസുകളിലും യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഭവിക്കുന്ന കടഭാരമാകട്ടെ, അവർ അനുഭവിക്കുന്ന രോഗമാകട്ടെ, നിരാശയാകട്ടെ, എന്താണോ അതിനകത്തു നിന്നും ഇപ്പോൾ ആ ഉയർപ്പിൻ്റെ ശക്തി അവരെ തൊടട്ടെ. അവർ ഉയർക്കട്ടെ, പ്രാർത്ഥനയിൽ ഉയർത്തു കയറട്ടെ, ആരാധനയിൽ ഉയർത്തു കയറട്ടെ, ശുശ്രൂഷകളിൽ ഉയർത്തു കയറട്ടെ. ദൈവമഹത്വം വ്യാപരിക്കിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ സ്തോത്രം. നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. അങ്ങ് ആമേൻ സ്തോത്ര കരം നീട്ടിയതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇന്ന് വൈകിട്ട് നമുക്ക് ഡെലിവറൻസ് ആൻഡ് പ്രൊഫറ്റിക്കൽ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. 9 മണിക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം. ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. താങ്ക് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. ബൈ.